ബാക്ക് ടു ആർഗാനിക്സ് ബയോളജി. അപ്പൊ ഇന്ന് ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ, അതായത് ഉദ്ദീപനങ്ങൾക്ക് പിന്നിൽ, ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വെട്ടം നോക്കിയാലോ? ഓക്കെ, so moving to the first question, the eye disease and its cause are given in column 1 and column 2 respectively. അപ്പോൾ ഇവിടെ ഒരു match the following type of question ആണ്. പക്ഷെ നമുക്ക് അവിടെ താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ കോളം 1 കൊടുത്തിരിക്കുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഐ ഡിസീസസ് ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ സിറോഫ്താൽമിയ, സെക്കൻഡ് വൺ ഗ്ലൂക്കോമ, പിന്നെ ആസ്റ്റിഗ്മാറ്റിസം, കൺജങ്ക്റ്റിവൈറ്റിസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു സിറോഫ്താൽമിയന്റെ ഒക്കെ റീസൺ ആണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ സിറോഫ്താൽമിയന്റെ റീസൺ എന്താണ് മക്കളെ? അതായത് നമ്മുടെ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കുറെ കാലങ്ങളോട് നമ്മുടെ ശരീരത്തിൽ നീണ്ടു നിന്നാല് ആ വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് സെക്കൻഡ് വൺ. ഓക്കെ, ഇനി ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വസ് ഹ്യൂമറിന്റെ റീ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ പ്രഷർ ഓട്ടോമാറ്റിക്കലി കൂടും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ആൻഡ് സി ആസ്റ്റിഗ്മാറ്റിസം. എന്താണ് ആസ്റ്റിഗ്മാറ്റിസം? അതായത് കോർണിയന്റെ ലെൻസിന്റെ ഒക്കെ ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുവാണെങ്കിൽ, അത് ഇറഗുലർ ആയിട്ട് വരുവാണെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ പറയും ആസ്റ്റിഗ്മാറ്റിസം. ആൻഡ് ഫൈനലി കൺജങ്ക്റ്റിവൈറ്റിസ്. അത് നമുക്ക് കുറച്ചും കൂടെ പരിചയമുള്ള ഒരു കാര്യമാണ് അല്ലെ. അത് നിങ്ങൾ ആരും തെറ്റിക്കില്ല എന്ന് എനിക്കറിയാം. എന്താണ്? അതായത് ഇൻഫെക്ഷൻ ഓഫ് ദ കൺജങ്ക്റ്റിവ. അതായത് നമ്മുടെ കൺജങ്ക്റ്റിവയ്ക്ക് ഒരു ഇൻഫെക്ഷൻ വരിക, നമ്മുടെ ചെങ്കണ്ണെന്ന് പറയാം. അത് പലർക്കും വന്നിട്ടുണ്ടാവും അല്ലെ, വന്നവർ ഒത്തിരി പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത് തെറ്റിക്കില്ല, അത് നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഇസ് ദ ലാസ്റ്റ് വൺ. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്ന ഏതാണ് മക്കളെ? എ സെക്കൻഡ് വൺ ആണ്. അതുപോലെ ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്? സെക്കൻഡ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇത് മലയാളത്തിലും കൂടെ നോക്കിയാലോ. നേത്രരോഗം കാരണം എന്നിവ യഥാക്രമം കോളം 1 കോളം 2 നൽകിയിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ കോമ്പിനേഷനുകളുടെ സെറ്റ് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് വൺ സിറോഫ്താൽമിയ. അതിന്റെ റീസൺ എന്താണ് മക്കളെ? വിറ്റാമിൻ, സോറി ചെറുതായിട്ട് വരമാറിപ്പോയി. ഓക്കെ, സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാലോ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു. ആസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോർണിയയുടെ ക്രമരഹിതമായ ആകൃതി. ആൻഡ് ലാസ്റ്റ് ചെങ്കണ്ണ് എന്ന് പറഞ്ഞാലോ നേത്രാവരണത്തിലെ അണുബാധ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ പറയുന്ന സെക്കൻഡ് വൺ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ആൻഡ് മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The various muscles of the eye are given below. Select the correct option of the muscle or muscles of the eye that helps in forming the image of near and distant objects accurately on the retina. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് ഇതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവും. ഇത് കറക്റ്റ് ആയിട്ട് വായിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. യെസ്, ദാറ്റ് ഇസ് സീലിയറി മസിൽ. സീലിയറി മസിൽസ് ആണ് നമുക്ക് കൃത്യമായിട്ട് ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യാൻ വേണ്ടി. അത് ദൂരെയുള്ളതാണേലും അടുത്തുള്ളതാണേലും ഇതിനെ സഹായിക്കുന്ന ആരാണ്? സീലിയറി മസിൽസ് ആണ്. അപ്പൊ സീലിയറി മസിൽസ് കൃത്യമായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ റിലാക്സ് ചെയ്താലും ആണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അതിന്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പോയി പതിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അത് മലയാളത്തിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. കണ്ണിലെ വിവിധ പേശികൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കാൻ സഹായിക്കുന്ന കണ്ണിലെ പേശികളുടെ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏതാണ് മക്കളെ? സീലിയറി പേശിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് നോട്ട് ആൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ടിയേഴ്സ്. അപ്പൊ ഇവിടെ കുറച്ച് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ടിയേഴ്സിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇംപ്രൂവ്സ് വിഷൻ. ഇനി അടുത്ത എന്താണ്? മോയ്സ്റ്റൻസ് ദ സർഫസ് ഓഫ് ദ ഐ, പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ്, റിമൂവ്സ് വേസ്റ്റ് പ്രൊഡക്ട്സ്. ഇങ്ങനെ 4 ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കണ്ണീരിൻ്റെത് അല്ലാത്തത് ഏതാണ്? നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇംപ്രൂവ്സ് വിഷൻ. അത് നമ്മുടെ വിഷനുമായിട്ട് കണ്ണീരിന് അത്ര തന്നെ ബന്ധമില്ല. പക്ഷെ നമ്മുടെ കണ്ണിന്റെ സർഫസ് മോയ്സ്റ്റൻ ചെയ്യാനും കുറച്ചും കൂടെ ഈർപ്പമുള്ളതാക്കുന്നതും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും വേസ്റ്റ് പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ കണ്ണുനീരാണ്, അല്ലെങ്കിൽ ടിയേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ അതിന്റെ മലയാളം നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. കണ്ണുനീരിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം അല്ലാത്തത് ഏത്? കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നു, പോഷകങ്ങൾ നൽകുന്നു, മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ തന്നെ പറയാം. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ് നമ്മുടെ കണ്ണുനീരിന്റെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഗീവ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ഇറ്റ്. അപ്പോൾ ഇതിന്റെ ടിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടിയേഴ്സ് പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ഇൻഫെക്ഷൻസ്. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ്. റീസൺ എന്ന് പറയുന്നത് ടിയേഴ്സ് കണ്ടെയ്ൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ ഉള്ളത്? അല്ല, ഒരിക്കലും അല്ല. നമുക്ക് എളുപ്പത്തിൽ അത് ഓർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ടിയേഴ്സ് ആണ് നമ്മൾ ഐ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. അത് വളരെ കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ റീസൺ എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, പക്ഷെ ഒരു എൻസൈം കാണപ്പെടുന്നുണ്ട്. ഏതാണ് ആ ഒരു പെർട്ടിക്കുലർ എൻസൈം? ലൈസോസൈം എൻസൈം ആണ്. ഓക്കെ, ഈ ലൈസോസൈം ആണ് ആക്ച്വലി ടിയേഴ്സിൻ്റെ അകത്ത് കാണപ്പെടുന്നതും. ഇതാണ് ഇൻഫെക്ഷൻസ്, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏത് ഏജൻസ് നമ്മുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എൻസൈം ആണ്. അപ്പൊ അവിടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ അതിന്റെ റീസൺ കറക്റ്റ് ആണോ? അല്ല. അപ്പൊ നിങ്ങൾ എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്, ദ റീസൺ ഇസ് ഇൻകറക്റ്റ്. സോ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നമുക്ക് മലയാളത്തിലും കൂടെ പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രസ്താവന, കാരണം എന്നിവ വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുകയും അതിനുള്ള വിശദീകരണം നൽകുകയും ചെയ്യുക. പ്രസ്താവന എന്താണ്? കണ്ണുനീർ കണ്ണിനെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്നു. കാരണം കണ്ണുനീരിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ പ്രസ്താവന ശരിയാണ് അല്ലെ, അണുബാധയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ അവിടുത്തെ കാരണം തെറ്റാണ്, അവിടെ ലൈസോസൈം എൻസൈം ആണ്. ഓക്കെ, ആ ഒരു എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വൺ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? സോ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മിസ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അധികം ദിവസമൊന്നുമില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. എന്നാലേ ക്രിസ്മസ് എക്സാം നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, താങ്ക് യു, ബൈ.